നമസ്കാരം. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാട്ടടവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 6 നാട്ടടവ് വരെ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും അറിയാം 8 നാട്ടടവാണുള്ളത്. നാട്ടടവല്ല, ആദിതാളം അഥവാ ത്രിപുട താളത്തിലാണുള്ളത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 7ാമത്തെ 8ാമത്തെ നാട്ടടവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നാട്ടടവ് 7 എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നാട്ടടവ് 7 ചെയ്യുമ്പോൾ കടകാമുഖവും അളപത്മവുമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം കൈകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം കടകാമുഖം ഇവിടെ പിടിച്ച് തെയ്യ് ഇങ്ങനെ ചെയ്യണം. തെയ്യ് എന്ന് പറഞ്ഞ് നമ്മുടെ റൈറ്റ് കൈയിലേക്ക് നോക്കി തെയ്യ് യും ത ക തെയ്യ് യും ത ഹ. ഇങ്ങനെയാണ് കൈ വരുന്നത്. ഇനി സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അരമണ്ഡലം ഇരുന്ന് തെയ്യ് യും ത ക. അപ്പൊ ഈ കാല് നീട്ടി വെക്കുമ്പോൾ നമ്മളുടെ ബോഡി ഈ കാലിലേക്ക് നമ്മളുടെ ബലം മുഴുവൻ കൊടുത്തിട്ട് വേണം ഇരിക്കാൻ. അത് കഴിഞ്ഞ് തെയ്യ് യും ത ഹ. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പും കൈയും കൂടെ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ദളം കുതക്കത്തി കുതക്കത്ത ലിംഗിണത്തോം തെയ്യ് യും ത ക തെയ്യ് യും ത ഹ. തെയ്യ് യും ത ക തെയ്യ് യും ത ഹ. ഇങ്ങനെയാണ് 7ാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതിന്റെ 3 സ്പീഡിലും ചെയ്യണം. ഇനി 8ാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. നാട്ടടവ് 8 എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന്റെ കൈകൾ ആദ്യം നോക്കാം. തെയ്യ് യും, തെയ്യ് എന്ന് പറഞ്ഞ നേരെ ഫ്രണ്ടിലേക്കാണ് ഇതിന്റെ കൈ വരുന്നത്. തെയ്യ് യും ത ക തെയ്യ് യും താം. ഇങ്ങനെയാണ് കൈകൾ വരുന്നത്. സ്റ്റെപ്പ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം അരമണ്ഡലം ഇരുന്ന് കാല് നേരെ ഫ്രണ്ടിലേക്ക് വെക്കണം. തെയ്യ് യും, അത് കഴിഞ്ഞ് ഇവിടെ സ്വസ്തികം ത ക തെയ്യ് യും താം. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തപ്പം കാലുകൾ ഇങ്ങനെ വെക്കുന്നതിന് ആയതമാണെന്നും സൈഡിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് നീട്ടി വെക്കുമ്പോൾ അതിനെ പ്രയിങ്കണം എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ 6ാമത്തെ സ്റ്റെപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു കാലുകൾ ഇങ്ങനെ വെക്കുന്നതിനെ സ്വസ്തികം എന്ന് പറയും. ഇപ്പം 8ാമത്തെ നാട്ടടവ് വരുമ്പോൾ കാലുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ സമപാദം, ഒറ്റ കാലിങ്ങനെ വെക്കുമ്പോൾ ഏകപാദം, അങ്ങനെ പറയും. ഇനി കൈയും കാലും കൂടെ ഒരുമിച്ച് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ധളം കുതക്കത്തി കുതക്കത്ത ദിങ്കിണത്തോം തെയ്യ് യും ത ക തെയ്യ് യും താം. തെയ്യ് യും ത ക തെയ്യ് യും താം. ഇങ്ങനെയാണ് നാട്ടടവ് 8 ചെയ്യുന്നത്. ഇത് 3 സ്പീഡിൽ തന്നെ ചെയ്യണം. ഇതോടുകൂടി നാട്ടടവ് 8 എണ്ണവും കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ അടവ് പഠിച്ചു തുടങ്ങാം. നിങ്ങളെല്ലാവരും ഇതുവരെ തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് ഇനിയും തുടർന്നുള്ള വീഡിയോകളിൽ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.